ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിവർഗന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സോളോ ലെവലിംഗിന്റെ 91 തൊട്ട് 100 വരെയുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ പാടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തിൽ ഗൺഹി ജിൻവുവിനെ എസ് റാങ്കേഴ്സിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നിടത്താണ് ചാപ്റ്റർ 90 അവസാനിച്ചത്. ശേഷം ചാപ്റ്റർ 91 തുടക്കത്തിൽ ആദ്യം കാണിക്കുന്നത് ബാൽക്കണിയിൽ നിൽക്കുന്ന ജിൻവു എല്ലാ എസ് റാങ്ക് മെമ്പേഴ്സിനെയും കാണുന്നതാണ്. താഴെ നിൽക്കുന്ന റിയൂജിയും സംഘവും അവന്റെ പ്രസൻസ് മനസ്സിലാക്കി അവനെ കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് റിയൂജി അവൻ അസാസിൻ ടൈപ്പ് ആണെന്ന് സംശയിക്കുന്നതും അതല്ല അവനൊരു മേജർ ക്ലാസ് ആണെന്ന് ഹനക്കാവ റിയൂജിയോട് പറയുന്നതും കാണിക്കുന്നുണ്ട്. അതുപോലെ അടുത്ത് ജിൻവുവിന്റെ സ്മെല്ല് മനസ്സിലാക്കിയ മിസ്റ്റ അവനെ നോക്കുന്നതും അവളെപ്പോലെ മണം വെച്ച ആളുകളുടെ പ്രസൻസ് മനസ്സിലാക്കാനുള്ള കഴിവ് ജപ്പാൻ എസ് റാങ്കറായ കായ്ക്കും ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അവൻ ഈ മാസ്ക് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് കൊറിയൻ എസ് റാങ്കേഴ്സിനെ താഴ്ത്തി കെട്ടി ഹനക്കാവ സംസാരിക്കുന്നത് നൈറ്റ് ഗിൽഡിലെ ഗിൽഡ് മാസ്റ്റർ ആയ പാർക്ക് ജോങ്സു കേട്ടതോടെ ഇവർ തമ്മിൽ തർക്കത്തിലാവുകയും അതൊരു മോക്ക് ബാറ്റിലിന് കാരണമാവുകയും ചെയ്തു. ഹനക്കാവ ഫുൾ കോൺഫിഡൻസിൽ ജോങ്സുവുമായിട്ട് ഏറ്റുമുട്ടിയെങ്കിലും ജോങ്സു ഈസിയായി അവളെ കീഴ്പ്പെടുത്തി. ഇത് കണ്ട റിയൂജി കൊറിയൻസും ജാപ്പനീസും തമ്മിലുള്ള ടീം വർക്ക് സെറ്റാക്കാൻ വേണ്ടി ഒരു മോക്ക് ബാറ്റിൽ നടത്താൻ തീരുമാനിച്ചു. ഈ സമയത്താണ് ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് ഗൺഹി ജിൻവുവിനെയും കൊണ്ടുവരുന്നത്. ശേഷം കൊറിയൻ ടീമിന് വേണ്ടി യോൻഹോയും ഡോങ്വുക്കും ലിംതായും മിസ്റ്റായും ജപ്പാൻ ടീമിന് വേണ്ടി കെൻസോ, മിനോറു, ആട്സുഷി, കാനെ എന്നിവരും മോക്ക് ബാറ്റിലിന് തയ്യാറായി. ശേഷം ഇവർ ഇവരുടെ എതിരാളികളെ തിരഞ്ഞെടുത്ത് ബാറ്റിൽ ആരംഭിച്ചു. മാച്ച് പകുതിയായപ്പോൾ കൊറിയൻ ടീമിൽ 2 പേരും ജാപ്പനീസ് ടീമിൽ 3 പേരും ബാക്കിയായി. ഇതിനുശേഷം മാച്ച് വിചാരിച്ചതിനേക്കാൾ സീരിയസ് ആയി. മിസ്റ്റായ്ക്ക് നേരെ ആട്സുഷി ഡേഞ്ചറസ് ആയിട്ടുള്ള അറ്റാക്ക് ലാൻഡ് ചെയ്യാൻ പോയപ്പോൾ ജിൻവു ഇടപെട്ട് അവരെ തടഞ്ഞു. എന്നാൽ അവൻ ജിൻവുവിന് നേരെയും കൈവക്കിയതോടെ ജിൻവു അവനെ മലർത്തിയടിച്ചു. ഈ മാച്ചിൽ കൊറിയൻസ് തോറ്റുവെങ്കിലും ജിൻവുവിന്റെ മൂവ്മെന്റ് കണ്ട് അവൻ മേജർ ടൈപ്പ് തന്നെയാണോ എന്ന് സംശയം തോന്നിയ റിയൂജി അവനെ ഒരു 1-on-1 ഫൈറ്റിന് വിളിച്ചു. ജിൻവു റിയൂജി തന്റെ ഫുൾ പവറിൽ ഫൈറ്റ് ചെയ്താൽ മാത്രമേ താൻ ഫൈറ്റ് ചെയ്യുള്ളൂ എന്ന കണ്ടീഷനിൽ അത് സമ്മതിച്ചു. അതോടെ ഏഷ്യയിലെ ടോപ്പ് എസ് റാങ്കറും കൊറിയയിലെ 10ാമത്തെ എസ് റാങ്കറും തമ്മിലുള്ള ഫൈറ്റ് കാണാൻ എല്ലാവരും തയ്യാറായി. ജിൻവു ഫൈറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ റിയൂജി തന്റെ അറ്റാക്ക് തുടങ്ങി. ജപ്പാൻ ടീമിൽ ഒരു എസ് റാങ്ക് ഹീലർ ഉള്ളതുകൊണ്ട് റിയൂജി ഫുൾ സ്പീഡിൽ ജിൻവുവിനെ ആക്രമിക്കാൻ നോക്കിയെങ്കിലും അവൻ അതിൽ നിന്നും ഈസിയെ ഒഴിഞ്ഞു മാറി. ജിൻവു അവന്റെ വേസ്റ്റിൽ തൊട്ടാൽ ഫൈറ്റ് അവസാനിക്കുമെങ്കിലും ചാൻസ് കിട്ടിയിട്ടും അവനത് ചെയ്തില്ല. അതോടെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഇനിയും നോക്കി നിന്നാൽ ശരിയാവില്ല എന്ന് കണ്ട ബാക്കിയുള്ളവർ അവരെ പിടിച്ചു മാറ്റി ഇന്നത്തെ ട്രെയിനിങ് ക്യാമ്പ് അവസാനിപ്പിച്ചു. ഈ സമയം ജിൻവു തന്റെ സോൾജേഴ്സിനെ അവിടെയുള്ള എസ് റാങ്കേഴ്സിന്റെ ഷാഡോയിൽ ഒളിപ്പിക്കുകയും അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ റിയൂജിയുമായിട്ട് ജിൻവു ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അയാളിൽ നിന്നും കില്ലിംഗ് ഇന്റന്റും അവൻ സെൻസ് ചെയ്തിരുന്നു. ജിൻവു അവിടെ വന്നത് കണ്ട് അവനും ജേജുവിലേക്ക് വരുമെന്നാണ് യോൻഹോ വിചാരിച്ചതെങ്കിലും ഓഫീസിൽ ചെന്നിട്ട് ലിസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ജിൻവുവിന്റെ പേരതിലില്ല. ഈ സമയത്ത് ഹോട്ടലിൽ തിരിച്ചെത്തിയ റിയൂജി ജപ്പാനിലെ റെയ്ജി സുഗമോട്ടോ എന്ന എസ് റാങ്കറിനോട് ജിൻവുവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ജിൻവുവിന്റെ പേര് ലിസ്റ്റിലില്ല എന്ന് റിയൂജി മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് അങ്ങ് ജേജു ഐലൻഡിൽ ആൻഡ് ക്വീന് ഐലൻഡ് വിട്ട് ശത്രുക്കളെ തേടി ആക്രമിക്കുന്നതിനെ കുറിച്ച് പറയുന്നതും ഒരു എവല്യൂട്ടഡ് ആൻഡ് മോൺസ്റ്റർ മുട്ട പൊട്ടിച്ച് പുറത്തു വരുന്നതും കാണിക്കുന്നുണ്ട്. ശേഷം ജിൻവു അവന്റെ അമ്മയുടെ ഒപ്പം അവരുടെ വീട്ടിലേക്ക് വരുന്നതും ഇവർ എല്ലാവരും ചേർന്ന് വീട് വൃത്തിയാക്കുന്നതുമാണ് അടുത്ത കാണിക്കുന്നത്. ഇതിനിടയിൽ ജിൻവുവിന്റെ അച്ഛനെ കുറിച്ച് അവന്റെ അമ്മ അന്വേഷിച്ചപ്പോൾ ജിൻവു അച്ഛനെ കുറിച്ചൊരു അറിവുമില്ല എന്ന് പറയുന്നതും അതിന്റെ ഒപ്പം താനും തന്റെ അച്ഛനെ പോലെ ഒരു ഹണ്ടറാണെന്ന കാര്യം അമ്മയോട് മറച്ചുവച്ചിരിക്കുന്ന കാര്യം ആലോചിക്കുന്നതും കാണിക്കുന്നുണ്ട്. ശേഷം ആൻഡ് ക്വീനെ കുറിച്ച് ന്യൂസിൽ ലൈവ് നടക്കുമ്പോൾ കമന്റ് സെക്ഷനിൽ ജിൻവു ഒരു എസ് റാങ്കർ ആയിട്ടും ഈ റെയ്ഡിൽ പങ്കെടുക്കാത്തതിനെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വായിച്ചു കൊണ്ടിരുന്ന ജിൻവു അതിന് വലിയ മൈൻഡ് കൊടുക്കാതെ ജിൻഹോ കണ്ടെത്തിയ ഓഫീസ് റൂം ചെക്ക് ചെയ്യാനായിട്ട് അവിടേക്ക് പോയി. അവർ ആ റൂമിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ഫോറിനർ ജിൻവുവിന് ഒരു കത്ത് തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ജിൻഹോ അവനൊരു കത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്റെ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് സെൻസ് ചെയ്ത ജിൻവു അവിടേക്ക് റിപ്പോർട്ട് ചെയ്തു. അവൻ അവിടെ എത്തിയപ്പോൾ കണ്ടത് ഒരു ഇടവഴിയിൽ ഒരാൾ ഒരു പെൺകുട്ടിക്ക് നേരെ കത്തി ചൂണ്ടി നിൽക്കുന്നതാണ്. ജിൻവുവിനെ അവിടെ കണ്ട അയാൾ അവനെ ആക്രമിക്കാൻ നോക്കിയെങ്കിലും ജിൻവു അവനെ അടിച്ച് താഴെ ഇട്ടിട്ട് അവന്റെ കത്തി വെച്ച് തന്നെ അവന്റെ കാല് വെട്ടി. ശേഷം ആ പെൺകുട്ടി രക്ഷപ്പെട്ടതിന് ശേഷം ജിൻവു അയാളോട് ഇന്ന് രാത്രിക്കുള്ളിൽ നീ പോലീസിന് കീഴടങ്ങിയില്ല എങ്കിൽ അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്നും പോയി. അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് ജേജു ഐലൻഡിലേക്ക് ഹണ്ടേഴ്സിനെയും കൊണ്ട് ഒരു ഹെലികോപ്റ്റർ പോകുന്നതും ഒപ്പം ചൈനയിലെയും തൈവാനിലെയും നേവി ഷിപ്പുകൾ അവിടേക്ക് പോകുന്നതുമാണ്. എസ് റാങ്കേഴ്സ് മുൻനിരയിലേക്ക് പോകുമ്പോൾ എയർ റാങ്കേഴ്സും ബാക്കി ഹണ്ടേഴ്സും എമർജൻസി ബാക്കപ്പ് ആയിട്ട് ഷിപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ഹണ്ടേഴ്സിൽ ആക്ടർ മിൻസങ്ങും ഹണ്ടർ ഗിൽഡിന്റെ ബി ടീമും വൈറ്റ് ടൈഗേഴ്സ് ഗിൽഡിലെ മെമ്പേഴ്സും മിസ്റ്റർ സങ്ങും ഒക്കെ ഉണ്ട്. ഇവരെ എല്ലാവരെയും ചേർത്ത് മൊത്തം 5000 ഹണ്ടേഴ്സ് ഇപ്പോൾ ഐലൻഡിൽ ഉണ്ടാവും. ഈ സമയം ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ എസ് റാങ്കേഴ്സിനൊപ്പം ബിയോങ്കോ എന്ന ഹീലറും ഒരു ക്യാമ്പ്
ക്യാമറാമാനും ഉണ്ട്. ഈ റൈഡിൽ നടക്കുന്ന എല്ലാ സംഭവവും ലൈവായിട്ട് ടിവിയിൽ കാണിക്കാൻ ഒരു സ്പെഷ്യലൈസ്ഡ് ഹണ്ടറിനെയാണ് ക്യാമറാമാനായിട്ട് അവരുടെ കൂടെ അയച്ചിരിക്കുന്നത്. ഈ സമയം ജേജു ഐലൻഡിൽ എത്തിയ റിയൂജിയും സംഘവും ആൽഫ, ബ്രാവോ, ചാർലി, ഡെൽറ്റ എന്നീ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവരുടെ മാജിക് റിലീസ് ചെയ്ത് ആൻഡ് മോൺസ്റ്റേഴ്സിനെ അവരുടെ അടുത്തേക്ക് ആകർഷിച്ചു. ഈ സമയം ഹെലികോപ്റ്ററിന് പിന്നാലെ വന്ന മോൺസ്റ്റേഴ്സിനെ ചോദിച്ചോങ്ങ് തീർക്കുകയും കിട്ടിയ ചാൻസിൽ ബാക്കിയുള്ളവരുടെ കൂടെ ബേസിലേക്ക് ചാടുകയും ചെയ്തു. ഈ സമയം നേവി ഷിപ്പിലുള്ളവർ ആൻഡുകളും ആൻഡ് ക്വീനും തമ്മിലുള്ള സിഗ്നൽ കണക്ഷൻ ജാമാക്കുകയും ഈ തക്കത്തിൽ ബാക്കിയുള്ളവർ ആൻഡ് മോൺസ്റ്റേഴ്സുമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തു. അതേസമയം ബേസിലെത്തിയ കൊറിയൻ ഹണ്ടേഴ്സ് അവിടെ നിന്ന് ആൻഡുകൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി ബ്ലോക്ക് ചെയ്ത് ബേസിന്റെ ഉള്ളിലേക്ക് നടന്നു. ഇതിന്റെ ഇടയ്ക്ക് ജിൻവു തന്റെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതും ജേജു ഐലൻഡ് അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് പറയുന്നതും കാണിക്കുന്നുണ്ട്. ഈ സമയം ബേസിന്റെ ഉള്ളിലേക്ക് കയറിയ കൊറിയൻ ഹണ്ടേഴ്സ് എത്തിപ്പെട്ടത് ആൻഡുകളുടെ ബ്രീഡിംഗ് റൂമിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ അതിൽ ഏറ്റവും സൈസുള്ള മുട്ട പൊട്ടിയത് കണ്ട് അതൊരു ഗാർഡ് മോൺസ്റ്റർ ആണോ എന്ന് സംശയിക്കുന്നതും ഇതേസമയം ആ മോൺസ്റ്റർ ഐലൻഡിലെ ഒരു ജാപ്പനീസ് എസ്റാങ്കർ ടീമിനെ തീർക്കുന്നതും കാണിക്കുന്നുണ്ട്. അതേപോലെ ബേസിന്റെ ഉള്ളിൽ ഒരു ഗാർഡ് മോൺസ്റ്റർ കൊറിയൻ ടീമിനെ ആക്രമിച്ചപ്പോൾ മിസ്റ്റ അതിനെ വെട്ടിക്കൊലപ്പെടുത്തി. ശേഷം ബയോങ് ഇവർക്ക് മാജിക് എൻഹാൻസ്മെന്റ് കൊടുത്തതോടെ ഇവർ അടുത്ത കൂട്ടം ആൻഡ് മോൺസ്റ്റേഴ്സിനെ ഏറ്റുമുട്ടാൻ തയ്യാറായി. പുറത്ത് ചാർലി ടീം പൂർണ്ണമായും കൊല്ലപ്പെട്ടത് കണ്ടെത്തിയ കൈ അടുത്ത മോൺസ്റ്ററിന്റെ പ്രസൻസ് മനസ്സിലാക്കിയെങ്കിലും അവന്റെ ടീമിനെയും ആ മോൺസ്റ്റർ കൊന്നുകളഞ്ഞു. ശേഷം ബേസിന്റെ അകത്ത് വെച്ച് ക്വീനെ കണ്ടുമുട്ടിയ കൊറിയൻ ടീം അതിനെ ആക്രമിച്ചു. ഈ സമയം ന്യൂസ് ചാനലിലൂടെ എല്ലാവരും ഈ ഫൈറ്റ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ക്വീന് ബാക്കിയുള്ള എല്ലാ മോൺസ്റ്റേഴ്സിനെയും ബേസിലേക്ക് തിരിച്ചു വിളിച്ചതോടെ മിസ്റ്റ ക്വീനെ വെട്ടി വീഴ്ത്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അപ്പോഴാണ് ഇവരുടെ മുന്നിലേക്ക് ക്വീനേക്കാളും ശക്തിശാലിയായ മറ്റൊരു ആൻഡ് കടന്നു വരുന്നത്. അതിന്റെ മാനാ പ്രസൻസ് ഇവരുടെ ഉള്ളിൽ ഭയം നിറയ്ക്കുകയും അതടുത്ത് വന്നപ്പോൾ തന്നെ അവരുടെ ബോഡി പൊട്ടിത്തെറിക്കുന്നതായിട്ട് തോന്നുകയും ചെയ്തു. ശേഷം ആ മോൺസ്റ്റർ ആദ്യം മിസ്റ്റായെ അടിച്ച് ദൂരേക്ക് എറിഞ്ഞ് ബാക്കിയുള്ളവരെ ഓരോന്നായി ആക്രമിച്ചു. അവരെല്ലാവരും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും അതിന്റെ മുന്നിൽ പിടിച്ചിക്കാനായില്ല. അവസാനം അവരുടെ ഹീലറിനെയും ആ മോൺസ്റ്റർ കൊന്നു തിന്നതോടെ ദേഷ്യം വന്ന യോൻഹോ അതിന് നേരെ പോയെങ്കിലും അപ്പോഴാണ് ഈ മോൺസ്റ്ററിന് ഒരാളെ തിന്നുന്നതിലൂടെ അയാളുടെ നോളജും പവേഴ്സും കൈക്കലാക്കാൻ പറ്റുമെന്ന് യോൻഹോ മനസ്സിലാക്കിയത്. ശേഷം യോൻഹോയുടെ കഴുത്തിന് പിടിച്ചിട്ട് ആ മോൺസ്റ്റർ നിങ്ങളുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചു. ഈ സമയം പുറത്ത് തനിക്ക് പറ്റിയ എതിരാളി ഉണ്ടെന്ന് പറഞ്ഞ് ആ മോൺസ്റ്റർ യോൻഹോയെ താഴെ ഇട്ടിട്ട് അവിടേക്ക് പോയി. അത് റിയൂജിയുടെ പുറകെയാണോ പോയതെന്ന് കരുതി യോൻഹോ അതിന്റെ പിന്നാലെ പോകാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും ബാക്കി ആന്റി മോൺസ്റ്റേഴ്സ് അവിടെ തിരിച്ചെത്തിയിരുന്നു. ഈ സമയത്ത് ഡെൽറ്റയുടെയും ചാർലിയുടെയും കമ്മ്യൂണിക്കേഷൻ പോയതുകൊണ്ട് അതിന്റെ പുറകെ പോയ റിയൂജിയുടെ ടീം എല്ലാവരും കൊല്ലപ്പെട്ടെന്ന് മനസ്സിലാക്കി. അതിന്റെ ഒപ്പം ഒരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ടീമിന് 0% സക്സസ് ചാൻസ് ആണെന്ന് റിയൂജിക്ക് നേരത്തെ അറിയാമെന്നും അവന് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് വേണ്ടി എല്ലാ കൊറിയൻ എസ്റാങ്കേഴ്സിനെയും കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നും ശേഷം മീഡിയയുടെ മുന്നിൽ ജാപ്പനീസ് ടീം സഹായിക്കാൻ നോക്കിയിട്ടും പറ്റാതെ പോയതാണെന്ന് വരുത്തി തീർക്കാമെന്ന് പറഞ്ഞ് റിയൂജി തന്റെ ടീമിനോട് തിരിച്ചു പോകാൻ പറഞ്ഞു. എന്നാൽ ഈ സമയത്ത് അവിടെ എത്തിയ ആന്റി മോൺസ്റ്റർ അവന്റെ അടുത്തുനിന്ന് ഒരു എസ്റാങ്കറിനെ കൊന്നിട്ട് നീയാണോ രാജാവെന്ന് ചോദിച്ചു. ഇത് കേട്ട് ഞാൻ തന്നെയാണ് രാജാവെന്നും പറഞ്ഞ് അവൻ മോൺസ്റ്ററുമായിട്ട് ഏറ്റുമുട്ടിയെങ്കിലും അവനെയും അത് ഈസിയായി കൊലപ്പെടുത്തി. ഈ സമയം ബേസിന്റെ ഉള്ളിൽ ചോദിച്ചോങ്ങ് തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ച് ബാക്കിയുള്ളവരെ ആന്റി മോൺസ്റ്റേഴ്സിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇവരെയെല്ലാം ആൻഡ് മോൺസ്റ്റേഴ്സ് കോർണർ ചെയ്തതോടെ യോൻഹോയുടെ ഷാഡോയിൽ ഒളിച്ചിരുന്ന ഷാഡോ നൈറ്റ് പുറത്തു വന്ന് ഇവരെ രക്ഷിച്ചു. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഈ ഷാഡോ നൈറ്റിലൂടെ കൊറിയയിലുള്ള ജിൻവു അറിയുന്നിടത്താണ് ചാപ്റ്റർ 100 അവസാനിക്കുന്നത്. സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് സോളോ ലെവലിംഗിന്റെ 91 തൊട്ട് 100 വരെയുള്ള കഥ. പിന്നെ സോളോ ലെവലിംഗിന്റെ ആദ്യ 90 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല സോളോ ലെവലിംഗിന്റെ മാനുവൽ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലും കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗൈസ്, ഇത്രയൊക്കെ തന്നെയാണ് സോളോ ലെവലിംഗിന്റെ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ അതിലൊക്കെ പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും മാങ്കയെ കുറിച്ചോ അല്ലെങ്കിൽ മാൻവയെ കുറിച്ചോ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാമെന്ന് സൈനിങ് ഔട്ട്.